ഇന്നെന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ. എന്നാ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ ചെടിത്തോട്ടത്തിലേക്ക് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചു. കാരണം അവിടെ എത്തിയ ഉഷാർ എവിടുന്ന വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു എനർജിയാണ്. ഒരുപാട് ചെടികൾ ഞാൻ മേടിച്ചു കൂട്ടാറുണ്ടെന്നുണ്ടെങ്കിലും അടീനിയാണ് എനിക്ക് ഏറ്റവും അധികം പൂക്കൾ തരുന്ന ഒരു ചെടി കേട്ടോ. ഇന്ന് നമ്മുടെ എല്ലാ അടീനിയത്തിനും ഈ ഒരു ഗ്രാസ് ഗാർഡന്റെ ചുറ്റും ഇങ്ങനെ പ്ലേസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. 3-4 ഞാൻ വേറെയും മേടിച്ചിട്ടുണ്ട്. ഈ മേടിച്ച് കൂട്ടണതൊക്കെ എവിടെ പോകണം ശ്രീന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല സാറേ. കുറേയൊക്കെ പിടിച്ച് കിട്ടും, കുറേയൊക്കെ പോവും. അങ്ങനെ ശ്രീകുട്ടനും ഞാനും കൂടിയിട്ട് ഈ പുല്ലൊന്ന് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. വീട് പണിയൊക്കെ കഴിഞ്ഞ സമയത്ത് കുറച്ച് പ്രകൃതി രമണീയത വീടിന്റെ ചുറ്റും വാരി വിതറാമെന്ന് വിചാരിച്ച് പണി തീർത്തതാണ് കേട്ടോ നമ്മുടെ ഈ ഗാർഡൻ എന്ന് പറയുന്നത്. അതായത് ഈ ബാംഗ്ലൂർ ഗ്രാസ് വിരിച്ചിട്ടുള്ള മെഡോ. പക്ഷെ ഇപ്പം അത് വെട്ടി നിർത്തി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നല്ലൊരു ടാസ്ക്കാണ്. എനിക്ക് തോന്നുന്നു ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആയിരിക്കും ഇവിടെ കൂടുതൽ നന്നായിട്ട് ചേരുക. മുകളിൽ കിടക്കുന്നുണ്ടോ ഒരു പച്ച കളറിലുള്ളത് നല്ല ഗ്രീനായിട്ട്, അത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കേട്ടോ. അത് തന്നെ ഇവിടെ പ്ലേസ് ചെയ്താലോ എന്നൊരു ചിന്ത ഇല്ലാതില്ല. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയൂ കേട്ടോ. കുറേ റോസും ചുവന്ന പൂക്കളും ഒക്കെ ആയിട്ട് ഇതിനെ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു മെടാക്കി എടുക്കണം, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്നുണ്ടെങ്കിലും എന്തോരം ചെയ്തിട്ടും ഒരു മെന വരണില്ല സജ്ജി എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടാനായിട്ട് ഒരു സ്ഥലമെങ്കിലും ദൈവം തന്നിട്ടുണ്ടല്ലോ എന്നുള്ള ആ ഒരു മനസ്സമാധാനത്തോടെ ഞാൻ അവിടെ വേറെയും കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇലച്ചെടികളാണ് ഇവിടെ ഭംഗിയായിട്ട് തോന്നുകയെന്നൊക്കെ തോന്നിയപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ചെടികളിൽ നിന്ന് കുറച്ചൊക്കെ ഇങ്ങനെ എന്താ പറയുക വേറെ പ്രൊപ്പഗേഷൻ ചെയ്ത് നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ പുല്ലിൻ്റെ മുകളിൽ നമ്മൾ ചെടിച്ചട്ടികൾ വെക്കുകയാണെങ്കിൽ ആ ഭാഗത്തെ പുല്ലുകൾ മൊത്തം കരിഞ്ഞു പോയിട്ട് അവിടെ ഇങ്ങനെ എന്താ പറയുക ചെതൽ പിടിച്ച പോലുള്ളൊരു അവസ്ഥ വരും. അപ്പോൾ കുറച്ചും ഇങ്ങോട്ട് നീക്കിയിട്ട് ഒരു മാറ്റ് ഇട്ടു. ഇത് ഭാഗ്യനെ ഇവിടുന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഭാഗ്യം കാണുമ്പോൾ എൻ്റെ അടുത്ത് പുറത്തേക്ക് എറിയാവോ. എന്തായാലും നമുക്ക് ഇതിവിടെ പ്ലേസ് ചെയ്തിട്ട് ഇതിപ്പോൾ നമ്മുടെ ചെടികളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അടീനിയം ഒരുവിധം എല്ലാ ഷെയ്ഡുകളും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതുമ്പോൾ നിറയെ പൂക്കളും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ സീസണാണ്. പോരാത്തതിന് ഒരു 4 കഴിഞ്ഞ ദിവസം അമ്മയുടെയും ചേച്ചിയുടെ കൂടെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് കേട്ടോ അത് നടുന്നതൊക്കെ. അടീനിയം നടാനായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു ബോൺസായി പോലെയല്ല അതിരിക്കുക. ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതടക്കം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മണലിലാണ് നമ്മളിത് നടുന്നത്. ഒട്ടും വെള്ളം നിൽക്കാൻ പാടില്ല, നല്ല ചൂട് വേണം. അപ്പോൾ അതെല്ലാം 2 കൂടെ എക്സ്ട്രാ മാറ്റ് ആഡ് ചെയ്ത് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലേക്ക് വരുന്നവരും പോകുന്നവരും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഈ അടീനി ഇങ്ങനെ പൂത്തുലിഞ്ഞ് നിൽക്കണത് അങ്ങോട്ട് കണ്ടോട്ടെ. ഹായ് എന്ത് ഭംഗിയാ പൂക്കൾ കാണുമ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മനസ്സിൽ സന്തോഷം വരുന്നില്ലേ. അടീനിയ അല്ലാതെ വേറെ കുറച്ച് ചെടികൾ നമ്മൾ ആ ഒരു ബോർഡറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫൈനലായിട്ട് നമ്മൾ ഇത്ര മാത്രമാണ് ഇവിടെ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളൂ. എങ്കിലും നമ്മുടെ കൊക്കിനും പിന്നെ കൂണിനും തവളയ്ക്കും ഒക്കെ ഒന്നും കൂടി പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ട് ഇച്ചിരി കൂടെ ഭംഗിയാക്കണം എന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നല്ല ഭംഗിയുള്ള ഒരു കുട്ടി ഗാർഡനാക്കി എടുത്തിട്ടുണ്ട്. അഭിപ്രായം പറയണേ.